ഞാൻ ഹുസൈൻ കോയ. ഏകദേശം ശ്രീമാൻ ശ്രീജിത്തിനെ പരിചയപ്പെട്ടിട്ട് 4 വർഷങ്ങളായി. പൊതുവെ കൊച്ചിൻ കോർപ്പറേഷനിൽ പശ്ചിമ മേഖലയിൽ കൗൺസിലർമാരുടെ പേര് ചോദിച്ചാൽ മിക്ക ഡിവിഷനിലെ കൗൺസിലർമാരുടെ പേര് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഓരോ ഡിവിഷൻ്റെയും പ്രവർത്തന രീതികൾ. നമ്മുടെ ബഹുമാന്യനായ ശ്രീജിത്തിനെ പ്രത്യേകിച്ച് എടുത്തു പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഈ ഡിവിഷൻ്റെ വികസനത്തിനായാലും ഇപ്പം ഈ 3 വർഷത്തിനിപ്പുറം ഈ പാർക്ക് തന്നെ, ഈ കടയഭാഗം പാർക്ക് ഒരു പുനരുദ്ധാരണം 2 പ്രാവശ്യമായിട്ട് നടത്തപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഡിവിഷൻ്റെ ഓരോ ഇടവഴികളും വളരെ ശോചനീയമായിരുന്നു. മയക്കുമരുന്ന് വിപണനവും അതുപോലെ തന്നെ ഉപഭോഗവുമായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു. അതൊക്കെ വളരെ നല്ല രീതിയിൽ അങ്ങനെയുള്ള വഴികളെല്ലാം വളരെ വൃത്തിയാക്കി നല്ല പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കൗൺസിലർ എന്നതിലുപരി കായിക വിദ്യാഭ്യാസ മേഖലയിലൂടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ്. അത് ഡിവിഷന് മാത്രമല്ല, ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം അതിൻ്റേതായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശത്തുള്ള ഡോൺ സ്കൂളിൽ വെച്ച്, അതായത് കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അക്ഷരശ്രീ പദ്ധതി നടപ്പിലാക്കിയ ഒരു ഡിവിഷൻ കൂടിയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഡിവിഷനിൽ ഉള്ളവരും ഇല്ലാത്തവരുമായ അനവധി ആളുകൾ അവിടെ വരുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പോലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ സന്നദ്ധരായ ഒരു സംഘം തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2020 ഡിസംബറിൽ നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ ഡിവിഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. ഒന്ന്, കടയഭാഗം പാർക്കിൻ്റെ നിലവിലുണ്ടായിരുന്ന ശോചനീയമായ അവസ്ഥ പരിഹരിക്കുമെന്നുള്ളത്. 2, വെള്ളക്കെട്ടിന് പരിഹാരമാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. 3, വേലിയേറ്റം. നമ്മുടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വേലിയേറ്റത്തിൻ്റെ പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ പുതിയ റോഡുകൾ ഉണ്ടാക്കി നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിൽ ഒരു വലിയ വികസനത്തിലുണ്ടാവുന്ന പുതിയ അധ്യായം രചിക്കുക. അതിനേക്കാൾ ഉപരിയായി 4 പതിറ്റാണ്ട് കാലമായിട്ടുള്ള പള്ളുരുത്തിക്കാരുടെ ഒരു ആവശ്യമാണ് മധുരക്കമ്പനി കണ്ണങ്ങാട്ട് പാലം എന്നുള്ളത്. അതിന് ഏറ്റവും പ്രാധാന്യം നൽകി പ്രവർത്തിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത്. പാലം ഒരു ഡിവിഷൻ്റെ മാത്രം പദ്ധതിയായിട്ട് ഞാൻ ചുരുക്കി കാണുന്നില്ല. പക്ഷേ ബഹുമാന്യനായ കൊച്ചിയുടെ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ മധുരക്കമ്പനി കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് ഞാനത് സൂചിപ്പിച്ചത്. കൂടാതെ നമ്മുടെ ഡിവിഷനിൽ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾ ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് കാലത്താണ് വരുന്നത്. പിന്നെ ഇലക്ഷൻ്റെ ഒരു മാനദണ്ഡങ്ങളുടെ ഒരു ആദ്യഘട്ടം പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോവിഡ് കാലത്താണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 3 ഘട്ടങ്ങളായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ അത് അങ്ങനെ വേണോ എന്നുള്ളത് DGP ആയിട്ട് ആലോചിച്ച് വേണോ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കോവിഡ് കാലത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കൗൺസിലർമാർ ഓരോരുത്തരും ഈ കൗൺസിൽ അധികാരത്തിലിരുന്നത്. വലിയ പ്രയാസമായിരുന്നു ആദ്യഘട്ടത്തിൽ. വാക്സിനേഷൻ, ഹോസ്പിറ്റലാക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് പോരാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവതലമുറയുടെ വലിയൊരു സഹായം നമുക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു ഡിവിഷനാണ് 13ാം ഡിവിഷൻ. പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണം നമ്മുടെ കോവിഡ് ബാധിതരായ വീടുകൾക്ക് എത്തിക്കുക എന്നുള്ള പ്രവർത്തനം ഈ നഗരസഭയിൽ ചെയ്ത ഏക ഡിവിഷനാണ് കടയഭാഗം 13ാം ഡിവിഷൻ. ഏക ഡിവിഷനാണ്. അതിൻ്റെ മാതൃകയിൽ നിന്നുകൊണ്ടാണ് പിന്നീട് പല പ്രവർത്തനങ്ങളും നമുക്ക് നടത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു കോവിഡ് കാലത്ത് തനിയെ ആംബുലൻസ് സർവീസുകൾ ഉൾപ്പെടെ ഇറക്കിയ ഒരു
ഡിവിഷനാണിത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട് ഓരോ പ്രവർത്തനങ്ങളും വരുന്നത്. ഇവിടെ നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ തുടർച്ചയിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നത്. അങ്ങനെയാണ് അക്ഷരശ്രീ എന്ന് പറയുന്ന ആ പദ്ധതി തന്നെ വിദ്യാഭ്യാസ, കായിക, കലാ മേഖലയ്ക്ക് വേണ്ടി ഈ ഡിവിഷന് പ്രത്യേകമായി തയ്യാറാക്കുന്നത്. ഈ പാർക്ക് വളരെ മോശാവസ്ഥയിലായിരുന്നു. കാട് കയറി വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ വീണ്ടും 2014 ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി 2015 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് മെയിൻറ്റെയിൻസ് ചെയ്തു പോകാൻ തുടർന്ന് കഴിയാതെ വന്നു. പക്ഷേ എല്ലാവരുടെയും നിരന്തരമായ ആഗ്രഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും പ്രകാരം ഇത് പുനർനിർമ്മിച്ചപ്പോൾ ഒരു ഓപ്പൺ ജിം കൊണ്ടുവന്നു. അതിനോടൊപ്പം ക്യാമറ സംവിധാനങ്ങൾ, ലൈറ്റുകൾ, ചെടികളൊക്കെ പോയിരിക്കുകയായിരുന്നു. അതെല്ലാം പുനർനിർമ്മിച്ചു. ഒപ്പം ഒരു പുതിയ ലൈബ്രറി പാർക്കിനകത്ത് സ്ഥാപിച്ചു. അങ്ങനെ പാർക്കിനെ പരമാവധി മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാനും അതിനെ സൗന്ദര്യം നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരമാവധി ശ്രദ്ധ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് വി ഡി മുഹമ്മദ് ബഷീർ. ഞാൻ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. ഈ പാർക്കിൽ വരാൻ തുടങ്ങിയിട്ട് 5-6 മാസമായിട്ടുണ്ട്. ഇതിൻ്റെ വികസനങ്ങൾ പാർക്കിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഡിവിഷൻ്റെ വികസനങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റേതെങ്കിലും ഡിവിഷനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ പാർക്കിൻ്റെ കാര്യത്തിലായാലും മറ്റെന്തിൻ്റെ കാര്യത്തിലായാലും ഈ നമ്മുടെ മധുരക്കമ്പനി പാലം അത് വരാനുള്ള കാരണം തന്നെ ശ്രീജിത്തിൻ്റെ ഒരു ഉത്സാഹമാണ്. അതിപ്പോൾ പാലം നിർമ്മിച്ചു കഴിഞ്ഞു, റോഡും ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് രമേശ്, കൊച്ചിൻ പോർട്ട് റിട്ടയർഡാണ്. കഴിഞ്ഞ 5 വർഷം നല്ല ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും, അത് എല്ലാ വിധത്തിലും, സ്പോർട്സ് ആണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണ് പുള്ളി നല്ല മുൻപന്തിയിലാണ്. പാർക്കിൻ്റെ തൊട്ട് പുറത്താണ് നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ റിഡ്ജൻ്റെ നാട്ടിലാണ് ഇടക്കൊച്ചി. വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രശ്നമാണ് വേലിയേറ്റ പ്രശ്നം. ആ വേലിയേറ്റ പ്രശ്നം ഇടക്കൊച്ചിയിലൊക്കെ വലിയ ജനകീയ സമരം ആവുന്നതിന് കാരണമായി. പക്ഷേ കടയവാൻ ഡിവിഷനിൽ 2022 ആദ്യ വർഷം തന്നെ കൊച്ചി നഗരത്തിലെ ആദ്യത്തെ പുതിയ മാതൃകയിലുള്ള സ്ലൂയിസ് നിർമ്മിച്ച ഡിവിഷൻ കടയവാൻ ഡിവിഷനാണ്. ആ സ്ലൂയിസ് നിർമ്മാണം ഇവിടെ വന്ന് മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നോക്കിയതിന് ശേഷമാണ് മറ്റ് ഡിവിഷനുകളിൽ സ്ലൂയിസ് നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്ലൂയിസ് നിർമ്മിച്ചതിൻ്റെ ഭാഗമായി വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രയാസം അനുഭവിച്ചിരുന്ന ജനതയാണ് ഇപ്പോൾ ഡിവിഷൻ്റെ തെക്കൻ പ്രദേശത്തെ സാധാരണക്കാരായ തൊഴിലാളികളാണ്. പ്രത്യേകിച്ച് 1 സെൻറ്റിലോ 1.5 സെൻറ്റിലൊക്കെ താമസിക്കുന്ന ജനവിഭാഗങ്ങളാണ്. അപ്പോൾ അവരുടെ വീടുകൾ, പറമ്പുകൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനമാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സ്ലൂയിസ് നിർമ്മിച്ച ഏക ഡിവിഷനായി ആദ്യഘട്ടത്തിൽ ഇത് മാറിയത്. അതുമാത്രമല്ല, ഇപ്പോൾ വേസപുരം കോളനി മത്സ്യത്തൊഴിലാളികളുടെ കോളനിയാണ്. ആ കോളനിയുടെ സംരക്ഷണ ഭിത്തി യഥാർത്ഥത്തിൽ കെട്ടേണ്ടത് ഇറിഗേഷനാണ്. പക്ഷേ നഗരസഭ വെള്ളക്കെട്ടിന് വേണ്ടി ഡിവിഷനിൽ അനുവദിച്ച തുക അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് കായൽ സംരക്ഷണ ഭിത്തി ഈ നഗരത്തിൽ കെട്ടിയ ഏക ഡിവിഷനും കടയഭാഗമാണ്. പക്ഷെ അത് പിന്നീട് പലരും ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പിന്നെ എന്തോ അങ്ങനെ മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഡിവിഷനിൽ നമുക്ക് ആ വേലിയേറ്റ പ്രശ്നം പരിഹരിക്കുവാൻ, സംരക്ഷണ ഭിത്തി കായൽ തീരത്ത് കെട്ടുവാനും സ്ലൂയിസ് നിർമ്മിക്കാനും സാധിച്ചു. ഇപ്പോൾ 3 സ്ലൂയിസുകളുടെ ടെൻഡറുകൾ ഇപ്പോൾ പുതിയതായി ചെയ്തു കഴിഞ്ഞു. അടുത്ത് തന്നെ നിർമ്മാണം ആരംഭിക്കും. ഇതിനിടയിൽ ഉൾപ്രദേശങ്ങളിലുള്ള ചെറിയ ഷട്ടറുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പോൾ വേലിയേറ്റ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാവുന്നതിനുള്ള പ്രശ്നവും ചില റോഡുകൾ ഉയർത്തുക എന്നുള്ളത് ശാസ്ത്രീയമായൊരു മാർഗ്ഗമാണ് ഈ വേലിയേറ്റ പ്രശ്നം പരിഹരിക്കാൻ. അപ്പോൾ അത് വേലിയേറ്റമുള്ള സ്ഥലങ്ങളിലെ റോഡുകൾ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലും വേലിയേറ്റം പരിഹരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2010-15 കൗൺസിലറായി വരുമ്പോൾ 7 പുതിയ റോഡുകൾ നിർമ്മിച്ചിരുന്നു.
എന്ന് വെച്ചാൽ സൈക്കിൾ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ഇടങ്ങളായിരുന്നു അത്. സൈക്കിൾ പോയിട്ട് മനുഷ്യർ നടന്നു പോകാൻ കഴിയാത്ത സ്ഥലങ്ങളായിരുന്നു. ആ നടന്നു പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് 7 പുതിയ റോഡുകൾ നിർമ്മിച്ചത്. 7 പുതിയ റോഡുകൾ ഉദ്ഘാടനം ചെയ്ത അന്നത്തെ മേയർ ടോണി ചെമ്മണിയാണ്. ഒരു വലിയ ആംബുലൻസ് കയറി പോകാൻ കഴിയുന്ന റോഡുകളാണ് അന്നെല്ലാം നിർമ്മിച്ചത്. അപ്പോൾ ആ റോഡുകൾ ചിലത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇത്തവണ പുതിയ 2 റോഡുകൾ കൂടി നിർമ്മിച്ചു. ഇതുപോലെ തന്നെ റോഡേ ഇല്ലാതിരുന്ന ഭാഗത്തൂടെ 2 പുതിയ റോഡുകൾ നിർമ്മിച്ചു. 3ാമത്തെ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് ചെയ്ത ചില റോഡുകൾ ഇപ്പോഴും നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചതുപ്പായിരുന്നുകൊണ്ട് ചില റോഡുകൾ സ്വാഭാവികമായിട്ടിരിക്കും. പക്ഷേ ആ റോഡുകൾ വീണ്ടും പുനർനിർമ്മിച്ച് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ പുതിയ ഞാൻ പറഞ്ഞ 2ാമത്തെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി, 3ാമത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചു. അത് നമ്മുടെ വേസപുരം കോളനിയെ SP പുരത്തെ ഇപ്പോൾ ഈ പീയങ്ങാർ റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഒരു 9 പുതിയ റോഡുകൾ വിഭാവനം ചെയ്യാൻ 10 വർഷക്കാലത്തെ അനുഭവത്തിലൂടെ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ കാലത്തും ഓർക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത്. കൊച്ചി നഗരത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് നഗരത്തിൽ വിവിധ ഡിവിഷനുകളായി വെൽനസ് സെൻ്ററുകൾ ആരംഭിച്ചത്. നഗര ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കടയഭാഗം ഡിവിഷൻ്റെ സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 100 കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഇവിടെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എത്തിച്ചേരുന്നത്. വളരെ ആശ്വാസകരമായൊരു അനുഭവമാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ഡോക്ടറുണ്ട്, നഴ്സുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, അസിസ്റ്റൻ്റ്, അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ ഇവിടെ ഡോക്ടറുടെ സേവനം ലഭിക്കുന്നു. ഇതിപ്പോൾ സെൻറ്റർ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഈ ഡിവിഷനിൽ തന്നെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയൊരു പ്രദേശമാണ്. കാരണം ഒരുപാട് വീടുകളുള്ളൊരു ഏരിയ, സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്നൊരു സ്ഥലം. ഡിവിഷനിൽ തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലത്ത് വന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായി ഇവിടുത്തെ ജനങ്ങൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നിലയിൽ തന്നെയാണ് വെൽനസ് സെൻ്ററിൻ്റെ പ്രവർത്തനം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പോകുന്നത്. വളരെ സന്തോഷപൂർവ്വമാണ് ആളുകൾ ആ അനുഭവം പങ്കുവെക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സാഗരിക ലൈനിലാണ്. ഇത്തവണ കൗൺസിലറായി വന്നതിന് ശേഷം ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് സാഗരിക എന്നുള്ളത്. അതിൻ്റെ വാർഷികത്തിനെത്തിയപ്പോഴാണ് ഈ റോഡ് പുനർനിർമ്മിക്കണം, ഒപ്പം റോഡിന് പേരിടണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത്. അത് കഴിഞ്ഞ ഓണത്തിന് മുൻപായി ആ ഒരു ആഗ്രഹം എൻ്റെയും ഇവരുടെയും ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞു. റോഡ് നിർമ്മിക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്ന് വെള്ളക്കെട്ട് ഒഴിവാകും, വേലിയേറ്റത്തിൻ്റെ പ്രശ്നത്തിനും ഒരു പരിധിവരെ പരിഹാരം കിട്ടും. പുതിയ ടൈൽ വിരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ റോഡാണ് ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്ന സാഗരിക ലൈനിലുള്ളത്. ഡിവിഷനിൽ ഏതാണ്ട് കഴിഞ്ഞ ഞാൻ 2010-15 വർഷം ഡിവിഷൻ്റെ കൗൺസിലറായി പ്രവർത്തിക്കാൻ അവസരം ജനങ്ങൾ നൽകുകയുണ്ടായി. ആ അവസരത്തിൽ ഒരു 7 പുതിയ റോഡുകൾ നിർമ്മിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. 7 പുതിയ റോഡെന്ന് വെച്ചാൽ 7ഉം മനുഷ്യർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളായിരുന്നു. എന്നുവെച്ചാൽ സൈക്കിൾ, അപ്പോൾ പിന്നെ നടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥലത്ത് സൈക്കിൾ പോലും 2 വീലർ ഒന്നും പോകാത്തൊരു ഇടം. അപ്പോൾ അവിടെ 7 പുതിയ റോഡുകൾ നിർമ്മിച്ച എല്ലാ റോഡുകളും ഒരു വലിയ ആംബുലൻസ്, ഇപ്പോൾ നമുക്കൊരു വീട് നിർമ്മിക്കണമെങ്കിൽ ഒരു ചെറിയ ഒരു നിസാൻ ടിപ്പർ വാഹനത്തിൽ മെറ്റീരിയൽസ് കൊണ്ട് അടിക്കാൻ കഴിയുകയും ചെയ്യുന്ന വിധത്തിലുള്ള 7 പുതിയ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞ ഒരു അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായി. അപ്പം അന്ന് അതിനുശേഷം
ഇപ്പോൾ ആ പ്രദേശം ആകെ മാറി. പുതിയ വീടുകൾ, പുതിയ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, അങ്ങനെ ആളുകളുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റം. അങ്ങനെയാണ് ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മെച്ചപ്പെടലിലൂടെ ആളുകളുടെ ജീവിതത്തിൻ്റെ ശക്തി തന്നെ മാറും. അപ്പം ആ നിലയിൽ പുതിയ റോഡുകൾ നിർമ്മിക്കാൻ, ആ റോഡുകളെല്ലാം ഇപ്പോൾ വീണ്ടും കൗൺസിലറായി വന്നപ്പോൾ പുനർനിർമ്മിക്കാൻ സാധിച്ചു. ഇത്തവണ 3 റോഡുകളുടെ നിർമ്മാണം, പുതിയ റോഡുകൾ പൂർത്തിയാക്കി. ഒരു റോഡിൻ്റെ നിർമ്മാണം പാതി വഴി നിൽക്കുകയാണ്. ഒരു റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചു പുതിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആരംഭിച്ചിട്ടുള്ള വേസപുരം റോഡ് പിയങ്ങാർ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പ്രപ്പോസൽ വർഷങ്ങളായി ആളുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതിപ്പോൾ ആരംഭിച്ചു. അത് ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റും. അപ്പോൾ റോഡുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആണെങ്കിലും ഒരു കാറാണെങ്കിലും സ്വന്തം വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ കുട്ടിയെ സുരക്ഷിതമായി വാഹനത്തിൽ കയറ്റി വിടാം. ഒരു അസുഖം വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നുണ്ടെങ്കിൽ വാഹനം മുൻപിൽ വരും. അങ്ങനെ വരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു റോഡുകളുടെ വികസനമാണ് ഏറ്റവും പ്രധാനമായും ഗതാഗത മേഖലയിൽ ശ്രദ്ധിച്ചത്. അത് 7 ഇത്തവണ 3 പൂർത്തിയാക്കിയതും 2 പുതിയത് വരുമ്പോൾ 11 പുതിയ റോഡുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ കണ്ടത്തിപ്പറമ്പ് SP പുരം റോഡ്, ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന നേരെ കാണുന്ന അയ്യങ്കാളി റോഡ്, അതിനപ്പുറമുള്ള വാഴവേലി ലൈനുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റോഡ്, VJ പോൾ ഹാളിൻ്റെ പുറകുവശമുള്ള VK വിശ്വംഭരൻ റോഡ്, ബിന്നി റോഡിൻ്റെ ഭാഗത്തുള്ള ഡോക്ടർ വിശ്വംഭരൻ റോഡ്, അതിൻ്റെ ഇപ്പുറത്ത് AKG റോഡും കയ്യത്ര റോഡുമായി ബന്ധിപ്പിക്കുന്ന AKG കയ്യത്ര ക്രോസ് റോഡ്, വിശ്വനഗർ എന്ന് പറയുന്ന സ്ഥലത്തിന് പണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇട്ടിരുന്ന പേര് വേറെയായിരുന്നു. പേര് തന്നെ വേറെയായിരുന്നു. അതെന്ന് വെച്ചാൽ പേര് പറയുന്നത് അശ്ലീഷ ചൊവ്വയുള്ളൊരു പേരായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പോലീസ് വാഹനത്തിനകത്ത് കയറാൻ കഴിയില്ല. അപ്പോൾ പുറമേ നിന്നുള്ള ഗുണ്ടാസംഘങ്ങൾ വരെ വന്ന് ക്യാമ്പടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് അവർ പോലീസ് വാഹനം കയറാത്തതുകൊണ്ടാണ് ആ പേരിട്ടത്. ആ പേരിനെ മാറ്റാനായിട്ടാണ് പുതിയ റോഡ് നിർമ്മിച്ചു. ഇപ്പോൾ പോലീസ് വാഹനവും ആംബുലൻസൊക്കെ കയറാൻ കഴിയുന്ന റോഡാണ്. ആ റോഡിന് മുൻ കൗൺസിലർ TS ശ്രീധരൻ്റെ പേരുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പുതിയ റോഡുകൾ നിർമ്മിക്കുക, ആ റോഡുകളിലൂടെ സഞ്ചാരം ഉണ്ടാക്കുക. ഇപ്പോൾ പുളിത്തറയിലൊരു റോഡ്, പുളിത്തറയിൽ വേറെ റോഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അർപ്പണ റോഡിൻ്റെ നിർമ്മാണം, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പുതിയ റോഡുകൾ നിർമ്മിച്ചുകൊണ്ട് 2 കാര്യമാണ്. ഒന്ന്, വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചു. 2, നല്ല വഴികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. വഴികൾ ഉണ്ടാകുന്നതോടുകൂടി ആളുകളുടെ ജീവിത നിലവാരത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന നിലയിലാണ് ഇപ്പോഴും ഓർത്തു വെക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കടയവാൻ ഡിവിഷൻ്റെ ഒരു ജനസേവാ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലാണ്. വാർഡ് സഭയുടെ കേന്ദ്രമാണ് ഈ ഓഫീസ്. ഇത് 2021 ആരംഭിച്ചതാണ്. ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡിവിഷൻ കൗൺസിൽ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പോരുന്നത്. ഇപ്പോൾ ഡിവിഷനിൽ നടന്നിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കൂടാതെ നിരവധി കാര്യങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന്, മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയൊരു ക്ലബ്ബ് നമ്മുടെ ഡിവിഷനിലുണ്ട്. അത് ഏതാണ്ട് 3 വർഷമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ പേര് ഹാപ്പിനെസ് ക്ലബ്ബ് എന്നാണ്. അപ്പോൾ അവരെ പ്രത്യേകമായി അവരുടെ തന്നെ കമ്മിറ്റി അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ നടത്തുന്നു. കഴിഞ്ഞ വർഷമാണ് അവരെല്ലാവരും കൂടി ഞങ്ങളൊക്കെ കൂടെ ഒരു ദിവസത്തെ ഉല്ലാസയാത്ര പോയി. അത് വളരെ രസകരമായിരുന്നു. 4 KSRTC ബസ്സുകളിലാണ് പോയത്. നമ്മുടെ ജില്ലയുടെ കിഴക്കൻ പ്രദേശത്ത് പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന അനുഭവം ഉണ്ടായി. ജീവിതത്തിൽ ആദ്യമായി ഒരു ഉല്ലാസയാത്രക്ക് പോകുന്ന ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. അവർ തന്നെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടൂർ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിപ്പോൾ വീണ്ടും
ഒക്ടോബർ 5-ാം തീയതി ഈ വർഷത്തെ ടൂറ് പോവുകയാണ്. അപ്പോൾ അവരുടെ ആരോഗ്യ രംഗത്തും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ആശാ വർക്കേഴ്സും മറ്റും ഇവിടുത്തെ വളണ്ടിയേഴ്സൊക്കെ ചേർന്നുകൊണ്ടുള്ളൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്നാണ്, ഈ ഓഫീസിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാലിയേറ്റ് രോഗികൾക്കുള്ള ഒരു സഹായം നമ്മളിവിടുന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപകടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചാലുള്ള ആളുകൾക്ക് സഹായം. ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ, വാട്ടർ ബെഡ്, കിടപ്പ് രോഗികൾക്കുള്ള കട്ടിൽ, വാക്കർ, ഇങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് നൽകുകയും അവരുടെ ഉപയോഗത്തിന് ശേഷം തിരിച്ച് അവർ ഈ ഓഫീസിൽ നൽകുന്ന സ്ഥിതി ഉണ്ട്. അത് നമ്മുടെ ഓഫീസിൽ തന്നെ നിരവധി ഉപകരണങ്ങൾ നല്ലവരായ മനുഷ്യരുടെ സഹായത്താൽ നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ തന്നെ ഡിവിഷനിലുള്ള മറ്റൊരു ചാരിറ്റി സംഘടനയുമായി ചേർന്നുകൊണ്ടും ആ പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ, യുവജനങ്ങൾ, അവർക്ക് വേണ്ടി നമ്മളൊരു 12 സ്പോർട്സ് ക്ലബ്ബുകൾ ഈ ഡിവിഷനിൽ ഫുട്ബോൾ ക്ലബ്ബുകളും ക്രിക്കറ്റ് ക്ലബ്ബുകളുമായി രൂപീകരിക്കുന്നുണ്ടായി. അപ്പോൾ ആ കുട്ടികളും അവർക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലും, അപ്പോൾ സ്ത്രീകൾക്കുള്ള പ്രത്യേകമായി കുടുംബശ്രീയുടെ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. ഡിവിഷനിലെ റെസിഡൻസ് അസോസിയേഷനുകളെ കോർത്തിണക്കിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മേയറുടെ തന്നെ ഒരു കാഴ്ചപ്പാടാണ് സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ പദ്ധതിയുടെ ഭാഗമായി ഡിവിഷനുകളിൽ വഴിയോരങ്ങളിൽ ചെടിച്ചട്ടിയെല്ലാം വെച്ചുകൊണ്ട് മനോഹരമാക്കുക എന്നുള്ള ഒരു പദ്ധതി. ഇവിടുത്തെ ജ്യോതി റെസിഡൻസ് അസോസിയേഷനാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച് ആ റോഡ് സംരക്ഷിക്കുന്ന പ്രവർത്തനമായി മാറി. ഹരിതകർമ്മസേന ഇവിടെ നമുക്ക് ഈ കൗൺസിലിൻ്റെ കാലത്താണ് ഉണ്ടായത്, അതിവിടെയും ഉണ്ടായി. ബോട്ടിൽ ബൂത്തുകൾ ഇവിടെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ബ്രഹ്മപുരത്തെ വിഷയം ഉണ്ടായതിന് ശേഷം ഇവിടെ തുമ്പൂർമൊഴി മോഡൽ കൊത്തളങ്കോയിൽ ഒരു തുമ്പൂർമൊഴി മോഡൽ പ്ലാന്റ് ഡിവിഷൻ്റെ ഒരു ഭാഗത്തെ ഫുഡ് വേസ്റ്റ് അവിടെ സംസ്കരിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ആണെങ്കിൽ ഇപ്പോൾ ഈ ഡിവിഷനിലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് അക്ഷരശ്രീ എന്ന പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ കോവിഡ് കാലത്ത് TV-യും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും മറ്റു ഉപകരണമൊക്കെ നൽകാൻ കഴിയുന്നതിൻ്റെ ഒരു സംവിധാനം ആലോചിച്ചു. കുട്ടികൾക്കുള്ള പരീക്ഷ ഭയമില്ലാതിരിക്കാനുള്ള കൗൺസിലിംഗ് നമ്മൾ ഡിവിഷനിൽ ചെയ്യാറുണ്ട്. പരീക്ഷയ്ക്ക് ശേഷം വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി കരിയർ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അക്ഷരശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലൂടെയാണ് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസപരമായ കായികപരമായ മേഖലയിൽ ഡിവിഷന് ചെയ്യുന്ന കാര്യങ്ങളും, ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം, യുവാക്കൾ കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അത് തൊട്ടടുത്ത് തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഡിവിഷൻ്റെ മിക്കവാറും എല്ലാ മേഖലകളെയും ഇടപെട്ടുപോലെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഫിഷ് ലാൻഡിങ് സെൻ്ററുകൾ ഇവിടെ ഉണ്ട്. അത് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്തവണ ഞാൻ കഴിഞ്ഞ തവണ കൗൺസിലറായിരിക്കുമ്പോഴാണ് 3 ലാൻഡിങ് സെൻ്ററുകൾ നിർമ്മിച്ചത്. ആ ലാൻഡിങ് സെൻ്ററുകൾ ഇപ്പോൾ ഇത്തവണ നവീകരിച്ചു. അതുകൂടാതെ അവരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു, ഇപ്പോൾ എക്കൽ നിറഞ്ഞിരിക്കുകയാണ് പുഴകളിൽ. ആ എക്കൽ നിറഞ്ഞതുപോലെ വഞ്ചികൾ കയറ്റാൻ കഴിയുന്നില്ല. വഞ്ചികൾ കയറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള ഭാഗത്തെ എക്കലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കനാലുകൾ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെളി കോരുന്ന പ്രവൃത്തി ചെയ്തു, കായൽ ചെളി കോരുന്ന ചെയ്തു. അപ്പോൾ പൊതുവിൽ ഇത് നമ്മുടെ ഡിവിഷനിൽ ഇപ്പോൾ ഹാപ്പിനെസ് സെൻറ്റർ എന്ന നിലയിൽ മുതിർന്നവർക്കൊക്കെ വന്നിരിക്കാൻ കഴിയുന്ന ഒരു സെൻറ്ററിൻ്റെ നിർമ്മാണം തൊട്ടടുത്ത് അപ്പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണകളും റോഡുകളും പണിയുന്നതിനോടൊപ്പം തന്നെ ഒരു പുതിയ വികസന സംസ്കാരത്തിനും ഒരു കൂട്ടായ്മയ്ക്കും നേതൃത്വം നൽകാനായിട്ട് നമുക്ക് ഈ ഡിവിഷനിൽ സാധിച്ചിട്ടുണ്ട്. മേയറുടെ ഒരു ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വൈദ്യുതി വെളിച്ചം ലഭിക്കുവാനും തൂവള്ള വെളിച്ചമാക്കുന്ന നിലയിലുള്ള നമ്മുടെ പുതിയ ലൈറ്റുകൾ വന്നു.
ആ ലൈറ്റുകൾ കൂടാതെ പുതിയ വേറെ ലൈറ്റുകൾ നമുക്ക് സ്ഥാപിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു കോർപ്പറേഷൻ്റെ സഹായത്താൽ. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ അഭിമാനപരമായ 5 വർഷക്കാലങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമായിട്ടാണ് എന്നെപ്പോലെയുള്ള ചെറിയ സാമൂഹിക പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പിന്തുണ കൊച്ചിയുടെ നഗരപിതാവ് എന്ന നിലയിൽ അഡ്വക്കേറ്റ് എം അനിൽകുമാറിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനോടും പള്ളുരുത്തി എന്ന് പറയുന്ന ഗ്രാമീണ അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്തിനോടും മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും ഒരു ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുവാൻ സഹായകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്നതാണ്.